മറ്റൊന്നുമല്ല, അത് സിസ്റ്ററുടെ ഒരു ഒപ്പീനിയൻ മാത്രം അറിഞ്ഞാൽ മതി. അയ്യോ സാർ, ഞാൻ ഒരു കാര്യം കേട്ടാ അതിന്റെ അഭിപ്രായം പറയാൻ ബഹുമിടിക്കാ സിസ്റ്റർ, അതെനിക്ക് കൃത്യമായി അറിയാം. ദൈവമേ, ഈ സാറിന് ഇനി എന്നോട് പ്രേമം മറ്റുണ്ടോ? ജോത്സ്യം പറഞ്ഞ ദീപക്കിന് വിധിച്ച ദീപക്കിന്റെ പെണ്ണ ഈ നന്ദന. കേട്ടോടി, മോള് വാ. പ്രതാപ, ഈ വീടിന്റെ നന്മയാ നിന്റെ ചേച്ചിയുടെ ആഗ്രഹം. ഈ തറവാടിന്റെ അസ്ഥിവാര ഇടിഞ്ഞു പോകാതെ ഞാൻ ഇതുവരെ സൂക്ഷിച്ചു. നിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഇന്ന് വരെ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ഇനി പ്രവർത്തിക്കേയില്ല. എങ്കിലും വീട്ടിലേക്ക് കയറി വന്ന മഹാലക്ഷ്മിയാ ഈ കുട്ടി. ഇതിനെ ആട്ടി ഓടിക്കല്ലേ. എന്റെ മകൻ കല്യാണം കഴിച്ചോളാന്ന് വാക്ക് കൊടുത്ത പെൺകുട്ടിയാ ഇവള്. ഇവളെ ദീപക്കിന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാ എന്റെ ആഗ്രഹം. നിന്റെ അനുഗ്രഹത്തോടെ ആ കർമ്മം നടത്തി കൊടുക്കണമെന്നാ ചേച്ചിയുടെ ആഗ്രഹം. ഇവൻ വാക്കുകൊടുത്ത കഥകളൊന്നും എന്നോട് പറയണ്ട. എനിക്ക് ആ കാര്യം അത്രയ്ക്ക് അങ്ങ് ദഹിക്കില്ല. ഇവൻ വാക്കും കൊടുക്കും, ചതിക്കുകയും ചെയ്യും. ഇത് അവര് അമ്മയുടെയും മകന്റെയും പ്രശ്നമാണ്. എനിക്കിടപെടാം, കാരണം ഞാൻ ഇവരുടെ ആങ്ങളെ. പക്ഷേ നിനക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? ചേച്ചി എനിക്ക് എന്റെ എല്ലാമാണ്. ചേച്ചിയെ ധിക്കരിച്ച് ഇന്നേവരെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇനി ഈ ജന്മത്തിൽ ഞാനത് പറയുകയില്ല. പക്ഷേ എന്നെ തോൽപ്പിക്കാൻ എന്റെ അനന്തരവനെ കരുവാക്കി കൂടെ നിർത്തിയപ്പോ അനന്തം പിള്ളയും ഇവനും കൂടി ഉണ്ടാക്കിയ എഗ്രിമെന്റാണ് ഈ കല്യാണ കച്ചവടം. എഗ്രിമെന്റ് നടക്കുമ്പോ പിള്ളേച്ചൻ കോടാനുകോടിയുടെ ഉടമയായിരുന്നു. ഇപ്പോ പാപ്പരായെന്ന് പറയുന്നു. പിള്ളേച്ചൻ പാപ്പരായിട്ടും അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന ഇവന്റെ സന്മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. അത് സന്മനസ്സാണോ അതോ ഇരയോട് വേട്ടക്കാരനുണ്ടാകുന്ന ക്രൂരമായ വികാരമാണോന്ന് കണ്ടറിയണം. എന്തായാലും എന്റെ ഒരേ ഒരു ആജന്മ ശത്രുവിന്റെ മകളാ ഈ കുട്ടി. എന്നെ എന്തും ചെയ്യാൻ മടിക്കാത്ത എന്റെ അനന്തരവനാണ് എന്റെ ശത്രുവിന്റെ മകളെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പ്രതാപ, മോൻ അവനെ വഴക്ക് പറയല്ലേ. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ അവൻ തെറ്റ് ചെയ്തു പോയി. അതില് അവന് കുറ്റബോധമുണ്ട്. അവൻ മാപ്പ് പറയുകയും ചെയ്തില്ലേ. ഇനി അവന് വിഷമിപ്പിക്കല്ലേ. ഞാൻ ശത്രുതയൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളല്ല, ഹൃദയവിശാലതയൊന്നുമല്ല. ഗതികെട്ടവരോട് തോന്നുന്ന ഒരു കാരുണ്യം. എന്തായാലും വാക്ക് വാക്ക് തന്നെയാണ്. അത് പാലിക്കുന്നവനാണ് വ്യക്തിത്വമുള്ളവൻ. എന്തായാലും അനന്തം പിള്ളയോട് എനിക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് എന്റെ തീരുമാനം ഞാൻ പറയാം. അദ്ദേഹത്തെ സാറ് കാണണമെന്നില്ല. കാണുന്നത് തോറ്റു പാപ്പരായ ശത്രുവിന്റെ ഗതികേട് കണ്ട് ആനന്ദിക്കാനൊന്നുമല്ല. എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. രാജു സർ, നീ ഋതികയും കൂടെ കൂട്ടിക്കോ. നമുക്ക് ആ പിള്ളേച്ചനെ സബ് ജയിലിൽ പോയി കാണണം. ശരി സർ. മരുന്ന് കഴിച്ചിട്ട് വല്ല പുസ്തകവും വായിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളണം. നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്.
വലിയച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കംപ്ലൈന്റ് അല്ല. കംപ്ലൈന്റ് അല്ലെങ്കിൽ അതെന്നെ കുറിച്ചല്ല. ഇനി കംപ്ലൈന്റ് ആണെങ്കിൽ അതെന്നെ കുറിച്ചൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നില്ല. നീ പറയ്, എന്താണെങ്കിലും ഒന്ന് അറിയണമല്ലോ. വല്യേച്ചി ഇവിടെ ഇല്ലാതിരുന്ന് നേരം അത്രയും ഇവ മഴവെള്ളത്തിൽ കളിക്കുമായിരുന്നു. നേരാണോ തേജു? അല്ല, വല്യേച്ചിയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മനുഷ്യരെല്ലാവരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന്? ഞാനേ അങ്ങനെ പറഞ്ഞത് നീ മഴവെള്ളത്തിൽ കളിക്കാനാണോ? മഴ പ്രകൃതിയുടെ ഒരു ചെറിയ അത്ഭുതമല്ലേ? ഓഹോ, ചെറിയ അത്ഭുതമാണല്ലേ? അതെ. സൂര്യന്റെ ചൂട് കാരണം കടൽ, നദി, കുളം ഇവയിലെ വെള്ളം ആവിയായിട്ട് മുകളിലേക്ക് ഉയരുന്നു. ആ നീരാവി ആകാശത്തേക്ക് വരുമ്പോ തണുക്കും. അങ്ങനെ തണുക്കുമ്പോ അത് ചെറിയ ജലത്തുള്ളികളായി. മതി മതി. നീ ആര്? കോളേജ് പ്രൊഫസറാ? പ്രൊഫസർ തേജു നമ്പൂതിരി. ആ വാൽ എനിക്കിപ്പം വേണ്ട. ചേച്ചിക്കൊരു കോള്. ആ, ചേച്ചി മറ്റേ ഒരാള് വിളിക്കുന്നു. ഹലോ സർ. പവിത്ര സിസ്റ്റർ വീട്ടിലാണോ? അതെ സർ, ഞാനിപ്പോ വീട്ടിലാ. തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. മറ്റൊന്നുമല്ല, അത് സിസ്റ്ററുടെ ഒരു ഒപ്പീനിയൻ മാത്രം അറിഞ്ഞാൽ മതി. അയ്യോ സർ, ഞാൻ ഒരു കാര്യം കേട്ടാ അതിന്റെ അഭിപ്രായം പറയാൻ ബഹും മിടിക്കാ സിസ്റ്റർ. അതെനിക്ക് കൃത്യമായി അറിയാം. ദൈവമേ, ഈ സാറിന് ഇനി എന്നോട് പ്രേമം മറ്റുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല സർ. സാറ് പറയൂ, എന്റെ അഭിപ്രായം ഞാനും പറയാം. പക്ഷേ അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ. കറക്റ്റ് ആയിരിക്കും. അത് എന്റെ അനന്തരവന്റെ ഒരു പ്രശ്നമാണ്. അവന്റെ ക്യാരക്ടർ സിസ്റ്റർക്ക് അറിയാമല്ലോ. അംബിക ചേച്ചിയുടെ മകനല്ലേ? അവനെക്കുറിച്ച് ചിലതൊക്കെ എനിക്കറിയാം. മഹാപ്രശ്നക്കാരനാ അനന്തരവനല്ലേ. ഞാൻ എങ്ങനെ ഓക്കെ അല്ലെന്ന് പറയുന്നേ? സത്യത്തിൽ അവനൊരു ഫ്രോഡാ. അവനിവിടെ ജോലിക്ക് നിന്നൊരു പെൺകുട്ടിയെ ചതിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി അവൻ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു. ഇപ്പോ അവൻ അവളെയും അവൾക്ക് അവനെയും വേണ്ട. ദീപക്കിനിപ്പോ ആ അനന്തംപിള്ളയുടെ മകളെ വിവാഹം കഴിക്കണമെന്നാ പറയുന്നത്. ആ വിവാഹം നടത്തി കൊടുക്കണോ? പറയേ, ആ വിവാഹം നടത്തി കൊടുക്കണോ വേണ്ടയോ? ആ കല്യാണം നടക്കട്ടെ സർ. ഈ അഭിപ്രായം കേട്ടാ മതി. താങ്ക് യു സിസ്റ്റർ. ആ, ശരി സർ. ഈ വർമ്മ സാറിന് ഇത് എന്തു പറ്റി? ശരി, ഞാൻ പിന്നെ വിളിക്കാം. ദീപേട്ട വല്യമ്മാവൻ.